നാട്ടിൽ അങ്ങനെ വലിയ അവസരങ്ങളൊന്നുമില്ല. നമുക്ക് പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞില്ല, പ്രീ ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിന് തൊട്ട് മുമ്പൊക്കെയാണ് ഗൾഫിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത്. അന്ന് എല്ലാ രീതിയിലും ഈ വിവാഹ കമ്പോളത്തിലുൾപ്പെടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെക്കാളും മികച്ചു നിൽക്കുന്ന അവരാണ്. അവരുടെ ആ ഒരു മടങ്ങി വരിക, അവിടുത്തെ കഷ്ടപ്പാടുകളും അവിടെ അവരനുഭവിക്കുന്ന ക്ലേശങ്ങളൊന്നും ആരും കാണുന്നില്ല. എല്ലാവരും കാണുന്നത് ഈ മടങ്ങി വരവെന്നുള്ള സാധനമാണ്. അത് വളരെ അധികം ആഘോഷിച്ചു. അത് അവസാനം കച്ചവട സിനിമകളിലേക്ക് കഥാപാത്രമായി അത്തരം ആളുകളെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അന്ന് ആ പണത്തിൻ്റെ പ്രൗഢിയും ആ ഒരു എന്താ പറയുന്നത് വർണ്ണപ്പൊലിമയും ആ പെട്രോൾ ഡോളറിൻ്റെ ആ ഒരു സംസ്കാരം എന്നെപ്പോലുള്ള യുവാക്കളെ വളരെയധികം ഭ്രമിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് പഠനത്തിൽ വളരെ താല്പര്യം പുലർത്താതെ ഒരുവിധം ഞങ്ങളൊക്കെ ഉഴപ്പിയത്. കാരണം ഞങ്ങളുടെ ബന്ധുക്കൾ, എൻ്റെ അളിയനുൾപ്പെടെ അന്ന് വിദേശത്തുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉഴപ്പിയാലും അവിടെ പോയി എങ്ങനെയെങ്കിലും ഒരു കര പിടിക്കാം എന്നുള്ളൊരു അഹംബോധം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് എൻ്റെ 23-ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പോകാൻ നിർബന്ധിതനായി എന്ന് പറയാം. അത് എൻ്റെ ഈ ഓർമ്മ പെരുന്നാൾ എന്നുള്ള പുസ്തകത്തിൽ ആ ലേഖനം ഞാൻ ചേർത്തിട്ടുണ്ട്. ആ ആദ്യത്തെ ക്രിസ്മസ് അനുഭവത്തെക്കുറിച്ച് 23-ാമത്തെ ക്രിസ്മസ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അതായത് ഞാൻ ആ ഇടയ്ക്ക് മാത്രമേ ഗൾഫിൽ എത്തിയിരുന്നുള്ളൂ. എത്തിയിട്ട് അധികം കാലമായിരുന്നില്ല. അപ്പോഴാണ് ആ ക്രിസ്മസ് വരുന്നത്. മനസ്സ് അത്ര യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല, കൗമാരം വിട്ടിട്ടുമില്ല, ആ ഒരു അവസ്ഥ. പക്ഷെ അതൊരു വല്ലാത്തൊരു ഷോക്കിംഗ് അനുഭവമായിരുന്നു. കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുന്ന ഒരാഘോഷമാണ്. അന്നൊന്നും ഇത്രയും വലിയ വലിയ ആഘോഷങ്ങളോ വർണ്ണപ്പൊലിമകളോ ഒന്നും ഇല്ല ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു കാലത്ത് നമ്മൾ വീട്ടിൽ നിന്നും ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം വിട്ട് വിജനമായ ഒരു മലയാളി വാരത്തിൽ അവിടെയായിരുന്നു എന്നെ പോസ്റ്റ് ചെയ്തത്. എൻ്റെ ഒരു സ്റ്റോർ കീപ്പർ ജോലിയായിരുന്നു. അപ്പോൾ വളരെ ഈ മലമടക്കുകളുടെ അടിയിലാണ് ആ സൈറ്റ്, ആ ജോലിസ്ഥലം. അവിടെ പുതിയ ഒരു ബിൽഡിംഗ്, അറബിക്ക് വേണ്ടി ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സ്റ്റോർ കീപ്പറാണ് ഞാൻ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന് ക്രിസ്മസ് ആണല്ലോ എന്നുള്ള ചിന്ത, സാധാരണ അത് വലിയ സന്തോഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അന്നൊരു വല്ലാത്തൊരു എന്താ പറയുന്നത് ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും വിങ്ങലിൻ്റെയും ഒരു അനുഭവമായിരുന്നു. നേരം വർദ്ധിക്കും തോറും ആ ആദി നമുക്ക് വർദ്ധിച്ചു വരികയാണ്. നാട്ടിൽ ഇപ്പോൾ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. കൂട്ടുകാരൊക്കെ കൂട്ടം ചേർന്ന് ആനന്ദിക്കുന്നുണ്ടാവും. ഈ സമയം കണക്കാക്കി അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ എന്നുവെച്ചാൽ ഒരു നക്ഷത്ര വിളക്ക്, കടലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു നക്ഷത്ര വിളക്ക് പോലും എവിടെയും കാണാനില്ല. ആ മലയാളി വാരത്ത് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞുപോയി. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള മനോഹരമായ ആചാരങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ നമുക്ക് നഷ്ടമായത്? അങ്ങനെ ആ ഒറ്റയ്ക്ക് ആ മലമടക്കുകളുടെ അടിയിലിരുന്ന് കണ്ണീർ വാർക്കുന്ന ആ ഒരു അവസ്ഥ, ആ അനുഭവം ഞാൻ എൻ്റെ ആ ലേഖനത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒമാനിൽ മാത്രമല്ല, അതിനുശേഷം അബ്ബാസിയയിലെ ക്രിസ്മസ് വിളക്കുകളെന്ന് പറഞ്ഞ് എൻ്റെ രണ്ടാമത്തെ പുസ്തകമായ അതിരുകളുമായി എന്ന ആകാശം, അന്ന് ഞാൻ കുവൈറ്റിലായിരുന്നു. ആ കുവൈറ്റിൽ നമുക്ക് ഈ ഒമാനിനെ പോലെ അല്ല. കുറച്ചുകൂടി അവിടുത്തെ ഫ്ലാറ്റുകളിൽ, അബ്ബാസിയ എന്ന് പറയുന്ന സ്ഥലത്ത് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അബ്ബാസിയ. അബ്ബാസിയയിലെ നക്ഷത്ര വിളക്കുകൾ എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്. അവിടെ നമുക്ക് അനേകം നക്ഷത്ര വിളക്കുകളിങ്ങനെ ഫ്ലാറ്റുകൾക്ക് മുമ്പിൽ മലയാളികൾ തൂക്കിച്ചിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ ഈ മഞ്ഞ് കൂടുതലാണ്, നല്ല രീതിയിൽ മഞ്ഞ് പെയ്യും. അപ്പോൾ ഈ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ മഞ്ഞിൽ മുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നാട്ടിലേക്കാളും കുറേ കൂടെ വലിയൊരു അനുഭൂതിയാണ്.
കാരണം ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കാലാവസ്ഥ, ആ, കാരണം ഇസ്രായേലും കുവൈറ്റും ഒക്കെ വളരെ അടുത്ത പ്രദേശങ്ങളാണല്ലോ. അപ്പോൾ യഥാർത്ഥ ക്രിസ്മസിൻ്റെ ഉത്ഭവം തന്നെ ഇസ്രായേലാണല്ലോ, ക്രിസ്തുവിൻ്റെ ജന്മനാട്. അപ്പോൾ നാട്ടിലേക്കാളും നല്ലൊരു ക്രിസ്മസ് അനുഭൂതിപരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയുമെങ്കിലും നമ്മളുടെ ഉള്ളിൽ പൊള്ളയായിരിക്കും. കാരണം ക്രിസ്മസ് നക്ഷത്രങ്ങളുണ്ട്, നല്ല വിഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു കൂട്ടായ്മ അവിടെ സംഭവിക്കുന്നില്ല. കൂട്ടായ്മയിലൂടെ മാത്രമേ ഏതൊരു ആഘോഷമായാലും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അബ്ബാസിയയിൽ നമ്മളിങ്ങനെ നല്ല നല്ല വസ്ത്രങ്ങൾ അണിയുന്നു, നല്ല നല്ല വിഭവങ്ങൾ നമ്മൾ കഴിക്കുന്നു, നല്ല നല്ല ക്രിസ്മസ് കാഴ്ചകൾ കാണുന്നു. പക്ഷേ ഉള്ളിൽ പൊള്ളയായ അനുഭവം മാത്രമാണ്. അത് കഴിഞ്ഞ് ഞാൻ ഓസ്ട്രേലിയയിൽ വളരെ കാലം ജീവിക്കുകയുണ്ടായി. വലിയ മഹാനഗരമായ മെൽബണിലും ബ്രിസ്ബനിലും ഒക്കെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ പുറത്ത് മഞ്ഞായിരിക്കും. ക്രിസ്മസിൻ്റെ അന്ന് പോലും പുറത്ത് നിങ്ങൾ ഇറങ്ങിയാൽ ആരെയും കാണാൻ പറ്റില്ല. അവിടെ ടി വിയിലൂടെയാണ് ആഘോഷങ്ങൾ. ടി വിയിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു മാസ്, ഏതെങ്കിലും ഒരു പള്ളിയിലെ മെഴുകുതിരികൾ ഉയർത്തിപ്പിടിച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. അത് അല്ലാതെ അവിടെ ഈ മഹാനഗരമാണെന്ന് വെച്ച് ക്രിസ്മസിൻ്റെ വലിയൊരു വർണ്ണ പൊലിമയൊന്നും അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ എല്ലാ ദിവസത്തെയും പോലെ ഒറ്റപ്പെട്ട, അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോക്കറ്റ് ഫുള്ളായിരിക്കും. നല്ല നല്ല വസ്ത്രങ്ങൾ നമുക്ക് അണിയാൻ സാധിക്കും, നല്ല നല്ല വിഭവങ്ങളുണ്ടാകും. പക്ഷേ ഉള്ളിൽ ശൂന്യമായിരിക്കും. ഏത് വലിയ ക്രിസ്മസ് ആയാലും നമ്മുടെ ഉള്ളിലാണല്ലോ എല്ലാം നടക്കുന്നത്. കാഴ്ചയും ആനന്ദാനുഭൂതികൾ അനുഭൂതികളുമാണ്. ക്രിസ്മസ് ഒരിക്കലും ഒരാചാരമല്ല, അനുഭൂതി തന്നെയാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ഓർമ്മപ്പെരുന്നാളെന്നുള്ള ക്രിസ്മസ് പുസ്തകം കേരളത്തിലെ പ്രശസ്തരായ ആൾക്കാരുടെ ക്രിസ്മസ് ചിന്തകളും അനുഭവങ്ങളുമാണ് അതിൽ പങ്കുവയ്ക്കുന്നത്. അതിൽ പരവാചകമായി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എഡ്ന ഫെബർ എന്ന ഒരു അമേരിക്കൻ നോവലിസ്റ്റ്, ഒരു എഴുത്തുകാരി, അവരുടെ ഒരു കോട്ടാണ്, അവരുടെ ഒരു വാക്യമാണ്. ക്രിസ്മസ് ഒരു ആചാരമല്ല, അനുഭൂതിയാണ്. എഡ്ന ഫെബർ. തീർച്ചയായിട്ടും ക്രിസ്മസ് ഒരു ആചാരം എന്നതിനേക്കാളും അതൊരു അനുഭൂതിയാണ്, ഒരു അനുഭവ വിശേഷമാണ്. നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ ആ പരിചിത വൃന്ദവും നാട്ടിലെ ജനങ്ങളുടെ സന്തോഷത്തിൽ ഒന്നുചേർന്ന് നമ്മളും അതിലൊരാളായി മാറുന്ന അവസ്ഥയും ഈ ഭൗതിക സമൃദ്ധിയും വെച്ച് നോക്കിയാൽ നമ്മൾ ഒരിക്കലും ഈ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നതല്ല ഇത്തരം അനുഭൂതികളും ഇത്രയും ആ ഒരു ക്രിസ്മസിൻ്റേതായ ഒരു സന്തോഷാനുഭവം ഒന്നും.